സൂര്യോദയ കാഴ്ചകൾ കണ്ട് ജ്ഞാനത്തിൻ്റെ പീഠം എന്തെന്നറിയാൻ കഠിനമായ ഒരു യാത്ര, കുടജാദ്രി യാത്ര. മൂകാംബികയിൽ നിന്നും 2 മണിക്കൂർ വരുന്ന ജീപ്പ് യാത്ര. സഹ്യാദ്രിയുടെ പച്ചപ്പുകൾ ആസ്വദിച്ച് ഓഫ് റോഡ് കാഠിന്യം അനുഭവിച്ച് ശ്രീമൂലസ്ഥാനത്തെത്തിയാൽ പിന്നീടങ്ങോട്ട് 2 കിലോമീറ്റർ മൺപാതയിലൂടെയുള്ള വനയാത്ര. ജ്ഞാനത്തിൻ്റെ പീഠം, അറിവിൻ്റെ തമ്പുരാൻ തപമിരുന്ന സർവജ്ഞ പീഠത്തിലേക്കുള്ള പദയാത്ര കഠിനം തന്നെ. യാത്രയുടെ ക്ഷീണം മാറ്റാൻ മികച്ച കാഴ്ചകൾ മലനിരകൾ ഒരുക്കി വച്ചിരിക്കുന്നു. കോടമഞ്ഞ് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരുന്നു. വിവിധ ഇനം പൂക്കൾ കൊണ്ട് മനോഹരിയായ മലനിരകൾ. കൽപ്പടവുകൾ പിന്നിട്ട് സർവജ്ഞ പീഠമിറങ്ങുമ്പോൾ പിന്തിരിഞ്ഞ് നോക്കരുത് എന്നതാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആദിശങ്കരൻ അറിവിൻ്റെ ഉത്തുംഗ ശൃംഗം കയറിയ ഇടം, അറിവും അന്വേഷണവും അവസാനിക്കുന്ന ഇടം, ജ്ഞാനത്തിൻ്റെ പൂർണ്ണരൂപം കൊളുത്തിയ കൽവിളക്കിനോട് ചേർന്ന സർവജ്ഞ പീഠവും കണ്ട് തൊഴുത് ആത്മസംതൃപ്തിയോടെ മടക്കയാത്ര. ഒരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് കാലടിയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലൻ ഈ വനത്തിൽ വന്ന് കൊടുംതണുപ്പിൽ തപസ്സിരുന്ന് ജീവിച്ചതെങ്ങനെയെന്ന് ചിന്തിച്ചു പോകും. എന്നാൽ അത്ഭുതമില്ല. 8-ാം വയസ്സിൽ 4 വേദങ്ങളും ഹൃദ്യസ്ഥമാക്കിയ, 12-ാം വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച, 32 വയസ്സിന് മുൻപ് തന്നെ 300ഓളം സംസ്കൃത കൃതികൾ രചിച്ച, കാലത്തിനു മുമ്പേ നടന്ന ആദിഗുരു ശങ്കരാചാര്യർക്ക് അറിയാത്തതും കഴിയാത്തതുമായി ഒന്നുമില്ലല്ലോ.